പരിചയപ്പെടുത്തി. മാഡം പറഞ്ഞതുപോലെ തന്നെ പേര് ഷംസാദ് എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം സ്വദേശിയാണ്. കുറെ കാര്യങ്ങളൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു 20 മിനിറ്റോളം അല്ലെ ഫിജിക്കാട്ട് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കൃഷ്ണ സാറ് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. അതുപോലെ തന്നെ ഒരു വാമൽക്കായിരുന്നു, നല്ലൊരു കോർഡിനേഷൻ MC. താങ്ക് യു ശ്രുതി മാഡം. അപ്പൊ എന്നെ കുറിച്ച് മാഡം പറഞ്ഞ് അപ്പൊ കുറെ കാര്യങ്ങളൊന്നും ഇനി ഞാൻ വലിച്ചു നീട്ടി പറയണമെന്നില്ല, ബോറടിപ്പിക്കണില്ല. കാരണം അവസരം എല്ലാവർക്കും ഒരുപോലെയാണ്. ഞാനും കൂടിയിട്ട് വൈൻഡ് അപ്പ് സെഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ആത്മാർത്ഥമായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ വിട്ടുകളയാം. കാരണം ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെ കണ്ടിട്ടല്ല ഈ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും അദ്ദേഹം ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകും. ഇവിടുന്ന് സോപ്പ് വിട്ടിട്ടോ പേസ്റ്റ് വിട്ടിട്ടോ ഒന്നും വേണ്ട ബോബി ചെമ്മന്നൂരിന് ജീവിക്കാനായിട്ട്. അപ്പോ ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് വേണമെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. ഇന്നലെയോ ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് പറ്റൂല. ജീവിതത്തിൽ രക്ഷപ്പെടണം, സ്വപ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് വലിയൊരു അവസരമാണ് ഈ ഒരു ബിസിനസ്. അപ്പോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസോട് കൂടിയിട്ട് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞ് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു 10-12 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞൊരു 3.5 വർഷം അല്ലെങ്കിൽ ഒരു 4 വർഷത്തോളമായി ഫിജിക്കാട്ട് എന്ന് പറയുന്ന അവസരത്തെ കുറിച്ച് കേൾക്കാനും ആത്മാർത്ഥമായിട്ട് ചെയ്യാനും തുടങ്ങിയിട്ട് എൻ്റെ സിസ്റ്റർ വഴിയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഞാൻ വരുന്നത്. സിസ്റ്റർ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ താല്പര്യം എങ്ങനെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സിസ്റ്റർ സ്റ്റാറ്റസുകളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് സിസ്റ്റർ എന്നോട് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ഞാൻ ആദ്യം ഈ അവസരത്തെ കുറിച്ച് പോയി പറഞ്ഞിടാ, ഇങ്ങനെ എൻ്റെ പെങ്ങള് ചേർന്നിട്ടുണ്ട്, നമുക്ക് ചേർന്നാലോ എന്ന് ചോദിച്ച സമയത്ത് ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ കുറെ വന്നിട്ടുള്ളതാണ്, നിനക്കൊന്നും ഇപ്പോഴും മനസ്സിലായില്ല, നിനക്കൊക്കെ എല്ലാതും അറിയണതുള്ള, എന്നിട്ടും നീയൊക്കെ ഇതിലൊക്കെ പോയിട്ട് നീ പെടുന്നത് എന്തിനാണ്? നീ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നീ പറയുന്നത് കേട്ട് നിന്റെ ചങ്കായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള 2-3 കൂട്ടുകാര് നിന്നോടൊപ്പം ജോയിൻ ചെയ്യും. അതിനുശേഷം വേറെ ആരും ചെയ്യൂല. അതുകൊണ്ട് നീ വെറുതെ ഇതിൽ കയറണ്ട എന്ന് പറഞ്ഞ് എന്നോട് ഈ ഒരു ടോപ്പിക് അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി അവൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാനത് കുറച്ച്, നമ്മളെല്ലാവരും അങ്ങനെയല്ല, നമ്മള് മലയാളികളല്ലേ, നമ്മൾ എന്ത് കാര്യവും എന്ന് പറയാൻ നെഗറ്റീവായിട്ടാണ് ആദ്യം കാണല്ലേ. സാധാരണക്കാരൻ എന്നും സാധാരണക്കാരനായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സാധാരണക്കാരന്റെ കയ്യിലേക്ക് വരുന്ന എന്തൊരു അവസരവും അത് നെഗറ്റീവായിട്ട് കാണും അല്ലെ, തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറഞ്ഞിരിക്കും. ആ ഒരു രീതിയിൽ തന്നെ എന്റെ കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് എന്റെ പെങ്ങളെ സ്റ്റാറ്റസ് ഒക്കെ മ്യൂട്ട് ചെയ്തിട്ട് ഇനി കാണണ്ടെന്നുള്ള രീതിയിൽ ഇട്ട് ആ ഒരു സമയം കുറച്ചങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് ഞാൻ എന്റെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് വാട്സപ്പ് വീണ്ടും അപ്ഡേറ്റ് ചെയ്ത സമയത്ത് വീണ്ടും സ്റ്റാറ്റസുകളൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് ഒരു 5-6 മാസത്തിനപ്പുറം നിൽക്കുമ്പോൾ ഷഹന മാഡത്തിന്റെ ഒരു സ്റ്റാറ്റസ് ഞാൻ കാണണം. അവര് സെയിൽസ് മാനേജറായി ആ ഒരു രീതിയിലേക്ക് പോകുന്നു. അവർക്ക് ഒരു മാസം കിട്ടുന്ന ഒരു ഇൻകം 26,000 സംതിങ് രൂപ. എന്റെ അവരുടെ സ്റ്റാറ്റസ് ഞാൻ കാണുന്ന സമയത്ത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് ഞാൻ ശരിക്കും ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ തയ്യാറായത് അപ്പോഴാണ്. കാരണം വേറെ ഒന്നല്ല, സാധാരണ ഒരു വീട്ടമ്മ, 3 മക്കളുണ്ട്, എടുത്തു പറയത്തക്ക കഴിവുകളൊന്നുമില്ല. എന്നിട്ടും ഒരു വീട്ടമ്മക്ക് അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് അവരുടെ മക്കളെ നോക്കിക്കൊണ്ട് അവരുടെ റൂം സ്പേസിൽ ഇരുന്നു കൊണ്ട് ഒരു ഫോണും നെറ്റുള്ള ഒരു സിമ്മും വെച്ചുകൊണ്ട് അവരുടെ വീട്ടിലിരുന്ന് അവർക്ക് വരുമാനം ഒരു 26,000 രൂപ കിട്ടിയപ്പോ, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. സാധാരണ ഒരു 10-12 വർഷത്തോളമായി ഓട്ടോറിക്ഷ ഓടിക്കുന്നു. പ്രത്യേകിച്ച് ഒരു മുതൽ അങ്ങോട്ട് മാറ്റി വെക്കാനോ ഒന്നും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. കാരണം അന്നാന്ന് ജീവിച്ചു പോവാം, നമ്മളൊക്കെ സാധാരണക്കാരുള്ള. അങ്ങനെ ആയ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത്, വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മക്ക് ഇത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞ് എനിക്ക് എത്രത്തോളം ഗുണം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ശരിക്കും ചിന്തിച്ചു പോയത്. അങ്ങനെ ഞാൻ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ തയ്യാറാവണം. അപ്പോഴും ഞാൻ ഏറ്റെടുത്തില്ല. കാരണം എന്താണ്, നമ്മളൊരു കമ്പനിയിലേക്ക് കയറുമ്പോൾ നമ്മളെ കോണ്ടാക്റ്റും നമ്മളെ വിശ്വാസവും നമ്മളെ കുടുംബത്തിന്റെ വിശ്വാസമൊക്കെ നമ്മൾ എന്ത് ചെയ്യണത് ഒരു കമ്പനിക്ക് കൊടുക്കണേ അല്ലെ. നമുക്കറിയാം ഒരുപാട് കമ്പനികൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്, ഒരുപാട് ആളുകളെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ബന്ധങ്ങൾ തകർന്നു പോയിട്ടുള്ള ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിനു മുമ്പൊക്കെ വന്നിട്ടുള്ള മണി ചെയിൻ പോലുള്ള കമ്പനികൾ വന്ന് ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് യോജിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നാടാണല്ലേ നമ്മളെ നാട്. അതുകൊണ്ട് തന്നെ ഞാൻ ഷഹന മാഡത്തിനോട് പറഞ്ഞു ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കണം, അല്ലാതെ എനിക്ക് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റൂല. എന്നിരുന്നാൽ പോലും ഞാൻ എന്ത് ചെയ്യണം, നിന്റെ മാറ്റങ്ങൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കണം, ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്നത്. അപ്പൊ നിങ്ങളും ചിന്തിക്കുക, ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഞാൻ 2-3 കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്.
അപ്പൊ നിങ്ങളും ചിന്തിക്കുക, ചിലപ്പോ ഇതില് ഒരു സുഹൃത്തിന്റെയോ ഒരു ബന്ധുവിന്റെയോ ഒക്കെ വാക്ക് കേട്ടുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇതെന്താണെന്ന് അറിയാനായിട്ട് അല്ലെ, കുറെ നാളായില്ല അവര് വിളിക്കണേ, ഒരു ഓട്ടോ ഡ്രൈവർ അല്ലേ വന്ന് സംസാരിക്കണത്, അവർ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാം എന്നൊക്കെ വിചാരിച്ച് ഒരു സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ ഒക്കെ ഒരു വാക്ക് വിശ്വസിച്ച് കയറി വന്നിട്ടുള്ള ആളുകൾ നിങ്ങളും ചിന്തിക്കുക. ചിലപ്പോ വീട്ടമ്മമാരുണ്ടാവും, അപ്പൊ നിങ്ങൾ ഹസ്ബൻഡിനോടൊക്കെ പറയുന്ന സമയത്ത് ഇതിലൊന്ന് പോയി പെടണ്ട, ഇതുപോലൊക്കെ കുറെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മറുപടി കൊടുക്കാനും പറ്റണം. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു 4 കാര്യമുണ്ട്. ഒന്ന്, നമ്മളെ കമ്പനിയിലുള്ള ഒരു വിശ്വാസം അല്ല, നമ്മൾ ഏത് കമ്പനി എടുക്കുമ്പോഴും നമുക്കൊരു വിശ്വാസം ഉണ്ടാവും അല്ലെ. നമ്മളെ മക്കളെ സ്കൂളിൽ ഇപ്പൊ നമുക്കറിയാലേ, സ്കൂൾ തുറക്കാൻ പോകുന്നത്, അപ്പൊ സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെ മക്കളെ പല സ്കൂളുകളിലേക്കും ചേർത്താൻ പോകണല്ലോ, അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അവിടുത്തെ നോക്കെന്തിനാ, അവിടെ നല്ല പഠിപ്പുണ്ടോ, നല്ല ടീച്ചർമാരാണോ, അങ്ങനെയൊക്കെ നോക്കുന്ന സമയമല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കമ്പനിയിൽ കയറുമ്പോഴും നമ്മൾ ആദ്യം നോക്കേണ്ടത് ആ ടീം മാനേജ്മെന്റ് ഉള്ള നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചാരി വെക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് ആ ഭിത്തിക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം നോക്കിയ കാര്യം അതാണ്. അപ്പൊ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മളെല്ലാവരും കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്ന ഒരു പേരാണ് ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല, ചെമ്മന്നൂർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെറുതെ ഒരു ഗ്രൂപ്പ് അല്ലല്ലേ. ഒരു കുറച്ച് നാളൊക്കെ മുമ്പ് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവാം, പക്ഷെ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ആർക്കെങ്കിലും 1 രൂപ കൊടുക്കാനുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 162 വർഷത്തോളമായി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന 2500 കോടി രൂപ വാർഷിക വരുമാനമുള്ള 10-20,000 കോടിയിലേറെ ആസ്തിയുള്ള ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിനെ ഒറ്റ ചെക്കിൽ എഴുതി തരാൻ മാത്രം വെല്ലുവിളിക്കാൻ കഴിവുള്ള ഒരേ ഒരു മുതലാളി അല്ലെ, ബിസിനസ്സുകാരനെ കേരളത്തിലുള്ളൂ അല്ലെ. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ ബോബി ചെമ്മന്നൂർ. അപ്പൊ ബോബി ചെമ്മന്നൂർ ഒരു ബിസിനസ് ആയിട്ട് വരുമ്പോ അദ്ദേഹം നിർത്തുമ്പോ അദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ്സും ആള് നിർത്തണം അല്ലെ. ആ ബിസിനസ് എല്ലാം ഒറ്റയടിക്ക് നിർത്താനായിട്ട് എന്താ ചെയ്യൂല, ആള് തയ്യാറാവൂല എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ കണ്ടത്. അപ്പൊ 2500 കോടി രൂപ വാർഷിക വരുമാനമുള്ള ഒരു ഗ്രൂപ്പിനെ എങ്ങനെ ഉയർത്താം എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കാലഘട്ടത്തിന്റെ ഒരു ബിസിനസ് ആണ് ഇന്ന് വരാൻ പോകുന്നത് അല്ലെ. ലോകം മൊത്തം ഇ കൊമേഴ്സിലേക്ക് മാറുമ്പോൾ നാളത്തെ മാറ്റം മുന്നേ കാണുന്നവരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പും ആ രീതിയിൽ ഒരു ചരിത്രം സൃഷ്ടിക്കാനാണ് ഈ കൊമേഴ്സ് പ്രോജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ എന്താണ്, നമ്മൾക്ക് എന്താണ് മാനേജ്മെന്റിൽ വിശ്വസിക്കുക അല്ലെ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, മറ്റുള്ള കമ്പനികൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പഴയ വീൻ പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞാലും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്രെഡിബിലിറ്റി ഉള്ള സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള 4 ആൾ അറിയുന്ന ഒരു ബിസിനസ്മാൻ ആദ്യമായിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് കടക്കുന്നത്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനെ ഞാൻ വിശ്വസിച്ചെന്നുള്ളതാണ്. പിന്നെ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ്സിലുള്ള പ്രോഡക്ട്സുകൾ അല്ലെ. നാളെ വിഷ്ണു സാറ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞില്ലേ, കമ്പനിയുടെ പ്രോഡക്ട്സുകളും ഉണ്ട്, ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അതായത് കമ്പനിയുടെ നമുക്ക് പ്രോഡക്ട്സ് എല്ലാം രണ്ടായിട്ട് തിരിക്കില്ല. ഒന്ന് കമ്പനിയുടെ ഓൺ പ്രോഡക്ട്സും, മറ്റൊന്ന് ഇന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കിട്ടുന്ന ഏതൊരു സാധാരണക്കാരന്റെയും ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉതകുന്ന എല്ലാ സാധനങ്ങളും ഫിജിക്കാർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൽ എടുത്തു പറയേണ്ട കേരള സർക്കാരിന്റെ മിൽമ എന്ന് പറയുന്ന സംരംഭം അടക്കം ഈ ഒരു ബിസിനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആദ്യമായിട്ടായിരിക്കും മിൽമ എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ ഒരു സംരംഭം ബിസിനസ് കരാറിൽ ഒപ്പിടുന്നത് തന്നെ. അപ്പൊ ആലോചിക്കുക, ഒരു സർക്കാരിന് എത്രമാത്രം വിശ്വസ്തയോട് കൂടിയായിരിക്കണം ഈ ഒരു പ്രോജക്റ്റിനെ സർക്കാർ കാണുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, അതിന്റെ ഇനോഗ്രേഷൻ ഒക്കെ നടത്തുന്നത് അന്നത്തെ ഭക്ഷ്യ സിവിൽ വകുപ്പ് മന്ത്രിയുടെ ഫുഡിന്റെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന മെയിൻ ആളാണ് ഇതിന്റെ നമ്മുടെ കമ്പനി തന്നെ ഇനോഗ്രേഷൻ ചെയ്തത്. അപ്പൊ ഇതുപോലെ കുറെ കമ്പനികൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ആരാണ് ഇനോഗ്രേഷൻ ചെയ്തതെന്നോ ഇതുപോലുള്ള പ്രോഡക്ട്സുകളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഒരു അറിവുണ്ടാവില്ല. ഗൂഗിളിൽ പോലും തപ്പിയാൽ കിട്ടാത്ത കുറച്ച് പ്രോഡക്ട്സുകൾ വെച്ചിട്ട് എന്താണ് ഇങ്ങനെ അടിയിൽ ആളുകളെ ചേർത്തുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം അല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്, നല്ലൊരു ലക്ഷ്യമുണ്ട്, വിഷനും മിഷനോടും കൂടി പോകുന്ന ഒരു കമ്പനി, അതുപോലെ തന്നെ നല്ലൊരു ടീം മാനേജ്മെന്റ്, പ്രോഡക്ട്സുകളിൽ നമുക്കൊരു വിശ്വാസം. അപ്പൊ അതൊക്കെ എനിക്ക് വന്നെന്നുള്ളതാണ്. പിന്നെ ഈ കമ്പനിക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് ഈ ഒരു കമ്പനിക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ മറ്റുള്ള സംരംഭങ്ങളിൽ ഓരോ 20-18 കിലോമീറ്ററിനിടയിൽ ഓരോ സംരംഭങ്ങളിലെ ജ്വല്ലറി ആയിട്ടും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി, പോച്ചേട്ടി, അതുപോലെ പോച്ച കാരവൻ, അതുപോലെ ചിട്ടി, നിധി, മൈക്രോ ഫിനാൻസ്, അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെമ്മന്നൂർ ഗ്രൂപ്പിന്റെ ഭാഗമുള്ള 10-18 പരം ബിസിനസ് സംരംഭങ്ങൾ ഇവർക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതും എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാരണമായി എന്നുള്ളതാണ്. ഇനി ഞാൻ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് മറ്റൊരാളോട് പറയുന്ന സമയത്ത്, അപ്പൊ ഞാൻ നിങ്ങളോട് പറയുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളെ സുഹൃത്ത് നിങ്ങളോട് പറയുമ്പോഴും ബോച്ചയുടെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ബോബി ചെമ്മന്നൂരിന്റെ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കയറിയിരിക്കുന്നത് അല്ലെ. അപ്പൊ അതും നമ്മളൊരാളോട് ഇതിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവർക്കൊരു വിശ്വാസം ഉണ്ടാവണം അല്ലെ, അതും ഈ കമ്പനിക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് വിശ്വാസങ്ങളാണ് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആവശ്യമായിരിക്കണം ഫിജിക്കാർട്ട്, അല്ലാണ്ട് ബോബി ചെമ്മന്നൂരിന് ഒരിക്കലും നമ്മളെ ആവശ്യമില്ല. കാരണം ആൾ ഓൾറെഡി കോടീശ്വരനാണ് അല്ലെ. നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് കോടീശ്വരനാക്കാൻ പറ്റുന്ന ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് അല്ലെ. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ടെങ്കിലും
ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നേരത്തെ പറഞ്ഞില്ലേ 1,50,00,000 ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി. അതായത് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സമ്പന്നനാക്കിയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഡോക്ടർ ബോബി ചെമ്മന്നൂർ. അപ്പൊ പറയുന്ന ആള് നിസ്സാരക്കാരനല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് 1,00,00,000 തരാം, 50,00,000 തരാം, ഇതൊക്കെ പറയുന്ന ആളായിരുന്നു നിസ്സാരക്കാരനാണോ? അല്ല. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കണ്ണടച്ചു വരാം. യാതൊരുവിധ ഈ ഒരു തരത്തിലുള്ള ടെൻഷനോ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതിനേക്കാളും പ്രോഡക്ട്സുകൾ, ഇതിനേക്കാളും കൂടുതൽ പ്രോഡക്ട്സ് ഉള്ള കമ്പനികൾ ഉണ്ടാവും. ഇതിനേക്കാളും വിലക്കുറവിന് ജോയിനിങ് ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന കമ്പനികൾ ഉണ്ടാവും. ഇതിനേക്കാളും സ്റ്റാറ്റസുകളൊക്കെ വെച്ചിട്ട് വരുമാനം കിട്ടാന്ന് പറയുന്ന കമ്പനികൾ ഉണ്ടാവും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരാളോട് ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ കോണ്ടാക്റ്റും നമ്മളെ വിശ്വാസവും നമ്മളെ ക്രെഡിബിലിറ്റി നമ്മളെ കുടുംബത്തിന്റെ വിശ്വാസമൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കമ്പനിയിൽ കയറുമ്പോഴല്ലേ നമുക്ക് അതിന്റെ ഒരു വില നമുക്ക് കിട്ടണത്. നാലാളോട് നമുക്ക് പറയാൻ പറ്റൂല നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ബോബി ചെമ്മന്നൂരിന്റെ ഇ-കൊമേഴ്സ് പ്രോജക്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് നാലാളെ മുന്നിൽ നോക്കി സംസാരിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയെ കുറിച്ചല്ല നമുക്ക് ആവശ്യം. അങ്ങനെ പറ്റുന്ന നല്ലൊരു ബിസിനസ് അവസരമാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ എന്റെ പെങ്ങളോട് ചോദിച്ചു, ഇനി ഇതിലേക്ക് വരാനായിട്ട്, കാരണം കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. നമ്മളെ ക്ഷണിക്കുന്ന ആള് നിസ്സാരക്കാരനല്ല. ആള് ചിലപ്പോൾ 10 ലക്ഷം ചോദിച്ചാലും 50 ലക്ഷം ചോദിച്ചാലും 5 ലക്ഷം ചോദിച്ചാലും കൊടുക്കാൻ ആളുകളുണ്ട് അല്ലെ? അപ്പൊ ഇനി വീടിന്റെ ആധാരം വെക്കേണ്ടി വരോ? അങ്ങനെയൊക്കെ ഉള്ള ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് അവള് പറഞ്ഞ് അങ്ങനെ ഒന്നുമില്ല, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാന്ന് പറഞ്ഞപ്പോ ആ ഒരു പ്രോഡക്ട്സുകൾ ഞാൻ നോക്കുന്ന സമയത്ത് എന്റെ വീട്ടിലേക്ക് ഞാനന്ന് ഗ്രോസറി ഐറ്റംസ് കുറച്ചൊരു പെയിന്റ് എടുത്ത് അതുപോലെ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ എടുത്ത സമയത്ത് നഷ്ടമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കുന്നതിന് പകരം ഫിജിക്കാർട്ടിലൂടെ മേടിക്കുന്ന സമയത്ത് എനിക്ക് സൗജന്യമായിട്ട് ഒരു ബിസിനസ് അവസരം കിട്ടുന്നു. ഞാൻ കാലങ്ങളായി അപ്പുറത്തെ കടയിൽ നിന്ന് ഞാൻ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. എന്റെ വീടിന് പെയിന്റ് അടിക്കാനായിട്ട് അതിനു മുമ്പും എന്റെ വീടിന് പെയിന്റ് അടിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ പെയിന്റ് മേടിക്കുന്ന സമയത്ത് ഞാൻ ആ പെയിന്റ് കടക്കാരനും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പെയിന്റ് മേടിക്കുക, അദ്ദേഹത്തിന് പൈസ കൊടുക്കുക, സലാം പറയാ, വീട്ടിലേക്ക് പോരാ, ഇതേ ആയിരുന്നു ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് പെയിന്റ് മേടിക്കാനും എന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഞാൻ മാറി ചിന്തിച്ച സമയത്ത് എനിക്ക് സൗജന്യമായിട്ട് ഒരു ബിസിനസ് അവസരം കിട്ടുന്നത്. ആ സൗജന്യമായിട്ട് കിട്ടുന്ന അവസരത്തിലൂടെ 50,000 രൂപ പ്ലാൻ ബുക്കിൽ പറഞ്ഞിട്ടുള്ള 50,000 രൂപയുടെ റൈഡർ ഫണ്ട് അടക്കം ക്രൈറ്റീരിയ ഞാൻ അച്ചീവ് ചെയ്ത് 5-8 ലക്ഷം രൂപക്ക് മുകളിൽ ഒരു ഐഡിയിലൂടെ മാത്രം ഞാൻ മേടിച്ചു എന്നുള്ളതാണ്. എന്റെ ട്രൈപോഡ് ഐഡിയാണ്, 3 ID എനിക്ക് ഉണ്ടെന്നുള്ളതാണ്. അതിലൊരു ഐഡിയിൽ മാത്രം ഇത്രയും ലക്ഷം ഞാൻ മേടിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമുക്കൊരാളെയും പറ്റിക്കാനായിട്ട് പറ്റൂല. ലോകം ഇരിക്കുന്നത് നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഞാൻ ഇന്ന് എന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻകവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ലോകത്തിന് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കുക, എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഒരു 3.5 വർഷം കൊണ്ട് ഞാൻ നേടിയിട്ടുള്ള എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ്സിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ ജോബ്? നമുക്ക് കമ്പനിയുടെ പ്രൊമോഷൻ വർക്ക്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഫോണിൽ സ്റ്റാറ്റസ് വെക്കുന്നു, മറ്റുള്ളവർ ഇതിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾ കമ്പനിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് പറ്റാണെങ്കിൽ നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ടൊരു മനസ്സും നമുക്ക് ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടില്ലേ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ബിസിനസ് അവസരം. ഫ്രീ ആയിട്ട് കിട്ടുന്ന അവസരത്തിലൂടെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു 7 വർഷം 8 വർഷം ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് 1 കോടി രൂപയുടെ വില്ല ഫണ്ട് വരെ മേടിച്ചെടുക്കാൻ പറ്റുന്ന വലിയൊരു അവസരം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഏറ്റെടുത്ത് നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? വിഷ്ണു സാർ വളരെ വ്യക്തമായിട്ട് തന്നെ പ്ലാനിൽ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടുന്ന ഇൻകം കാര്യങ്ങളൊക്കെ. അതിൽ നമുക്കൊരു മന്ത്ലി പെർഫോമൻസ് ബോണസ് ഉണ്ട്. ഈ മാസം കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുള്ള മന്ത്ലി പെർഫോമൻസ് 10,600 രൂപയാണ് വിഷു സ്പെഷ്യലായിട്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ ഒപ്പം ബിസിനസ് എക്സ്പെൻഷൻ ബോണസ് ഒക്കെ കൂട്ടിയിട്ട് ഒരു 10,000-നും 22,000-നും ഇടയിൽ ഒരു വരുമാനം നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. കമ്പനിയുടെ വെറും 3ാമത്തെ റാങ്ക്, സെയിൽസ് മാനേജർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു 3ാമത്തെ റാങ്കിൽ എത്തിയാൽ പോലും, അതായത് ഒരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയും ഇതും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കമ്പനിയുടെ ഒരു 3ാമത്തെ റാങ്കിൽ എത്തിയാൽ പോലും നമുക്ക് മാസം ഒരു 10,22,000 രൂപ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ സൊസൈറ്റിയിൽ അത് ചെറുതാണോ? ഒരു ചെറിയ തുക ആണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ വിഷുവിന് എത്ര വീട്ടമ്മമാര് ഈ റെഡിമെയ്ഡ് ഷോപ്പുകളിൽ നിൽക്കുന്നുണ്ട്. 10 മണിക്കും 10:30-ക്കൊക്കെയാണ് അവർ വരുന്നത്. 6,500-7,000 രൂപക്കാണ് ഒരു മാസം അവർ നിൽക്കുന്നത്. ആ PG എടുത്ത വീട്ടമ്മമാർ, അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പബ്ലിക് സ്കൂളുകളിൽ 8,000-നും 8,500 രൂപക്കൊക്കെ പബ്ലിക് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ശ്രുതി മേഡത്തിനെ പോലുള്ള സാധാരണ വീട്ടമ്മമാര് ഇന്ന് അവരെ വീട്ടിലിരുന്ന് അവരെ മക്കളെ നോക്കിക്കൊണ്ട്
ഇത്രയും വരുമാനം മന്ത്ലി പെർഫോമൻസ് ബോണസും ഹെൽത്ത് നമുക്ക് ബിസിനസ് എക്സ്പെൻഷൻ ബോണസും ഒക്കെ കൂട്ടിയിട്ട് ഒരു 10-22,000 രൂപ നമ്മൾ മേടിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അതൊരു ചെറിയ പൈസ ആയിരുന്നില്ല. ആ ഒരു പൈസ ഞാൻ നോക്കുമ്പോ എന്റെ ഓട്ടോ ഓടിക്കുന്ന പൈസയും ഈ മന്ത്ലി പെർഫോമൻസ് ബോണസ് ഒക്കെ കൂട്ടി കഴിഞ്ഞാൽ എന്റെ ലൈഫ് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിച്ച് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഏറ്റെടുത്ത്. എന്റെ കാഴ്ചപ്പാടുകൾ കുറച്ച് വലുതായിരുന്നു. നമ്മളെ സംബന്ധിച്ച് അവസരം നല്ലതായതുകൊണ്ടോ ബിസിനസ് നല്ലതായതുകൊണ്ടോ ഒന്നും ഒരാൾ രക്ഷപ്പെടൂല. ആ വ്യക്തിയുടെ കയ്യിലേക്ക് അവസരം കിട്ടുമ്പോ ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് വലുതായിരിക്കണം. എന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എവിടെയും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്തും ഈ മന്ത്ലി പെർഫോമൻസ് ബോണസ് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്കത് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിൽ ഈ ഒരു സെയിൽസ് മാനേജർ റാങ്കിൽ എത്തിയാൽ പോലും നമുക്കത് മേടിച്ചെടുക്കാൻ പറ്റും. ഇന്നും ഞാൻ ആ ഒരു വരുമാനം ഡിവിഷണൽ സെയിൽസ് മാനേജറിൽ ആ മന്ത്ലി പെർഫോമൻസ് ബോണസ് മേടിച്ചുകൊണ്ടിരിക്കണം. പ്ലസ് ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റ് തകർക്കുന്നത് എവിടെയാണ്? ഓർക്കാപ്പുറത്ത് വരുന്ന രോഗം അല്ലെ, അതിന് വരെയും ഒരാളെ മുന്നിൽ നമ്മൾ കഴിഞ്ഞിട്ടണ്ട. ഹസ്ബൻഡ്, വൈഫ്, 2 മക്കൾക്ക് ഏത് ഹോസ്പിറ്റലിലും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസും കമ്പനി തരണം. ജനറേഷൻ ബോണസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ബിസിനസ്സിനെ ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിലൂടെ നമ്മൾ വഴി ഈ ബിസിനസ്സിലേക്ക് വരുന്ന നമ്മുടെ കൂട്ടുകാരും അവർ വഴി ബിസിനസ്സിലേക്ക് വരുന്ന അവരെ ബന്ധക്കാരും അവരെ കൂട്ടുകാരും ഒക്കെ ഇവിടുന്ന് അരിയും പഞ്ചസാരയും പേസ്റ്റും സോപ്പും ഒക്കെ മേടിക്കുന്ന സമയത്ത് അതിന്റെ 20% തൊട്ട് 50% വരെ ലാഭം നമുക്ക് കിട്ടുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചെറിയ കാര്യമാണോ? ഇനി ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ നിൽക്കുന്നത് 6ാമത്തെ റാങ്ക്. ഈ റാങ്കിൽ എനിക്ക് 50,000 രൂപയാണ് റൈഡർ ഫണ്ട് ആയിട്ട് കമ്പനി തരുന്നത്. 10ാമത്തെ റാങ്കിൽ 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട്. 12ാമത്തെ റാങ്കിൽ 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ട്. 13ാമത്തെ റാങ്കിൽ 1 കോടി രൂപയുടെ വില്ല ഫണ്ട്. 11ാമത്തെ റാങ്കിൽ ഒരു ഇന്റർനാഷണൽ ടൂർ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് നഷ്ടം? നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന അവസരം. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് വേണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കാം. ഫിജിക്കായിട്ട് ചെയ്യാനൊന്നും ഞാൻ നിങ്ങളോട് പറയൂല, അതൊക്കെ നിങ്ങൾ ഇഷ്ടം. കാരണം ഇവിടെ എല്ലാ ദിവസവും പരിപാടികൾ നടക്കുന്നുണ്ട്. നാളെ നിങ്ങൾ ഇതിൽ ക്ഷണിച്ച സുഹൃത്ത് നാളെ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ ഈ ഒരു മീറ്റിങ്ങിൽ ഇരുത്തിക്കൊണ്ട് അവര് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാം 1 രൂപയുടെ നഷ്ടമില്ലാത്തൊരു അവസരം. നമ്മള് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്തിലെ നമ്മളൊന്ന് എഴുതാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതാൻ തയ്യാറാവാം. നിങ്ങൾ ഈ ഒരു ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ശരിയായ ഒരു അവസരം അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് എഴുതാം. നിങ്ങളെ മുന്നിൽ രക്ഷപ്പെടാൻ കിട്ടുന്ന എന്തൊക്കെ അവസരങ്ങൾ നിങ്ങളെ മുന്നിലുണ്ടോ അതൊക്കെ നിങ്ങൾ എഴുതാൻ തയ്യാറാവാം. എന്നിട്ട് ഈ വിഷ്ണു സാറ് മുന്നോട്ട് വെച്ച ഈ പ്ലാനും നിങ്ങൾ വെക്കാം. ഇതിനേക്കാളും നല്ലൊരു അവസരം നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിജി കാർഡിനെ സ്വീകരിക്കണ്ട. ഇതിനേക്കാളും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇതിനേക്കാളും വളരെ ഭംഗിയായിട്ട് വരുമാനം എടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസരം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഫിജി കാർഡിനെ സ്വീകരിക്കണ്ട. നിങ്ങളെ സുഹൃത്ത് പറഞ്ഞ അനുസരിച്ച് ഒരു കുറച്ചു നേരം നിങ്ങൾ ഈ മീറ്റിംഗിൽ കേട്ടിരുന്നു എന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അതല്ല, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇനി വേറൊരു വഴിയും ഇല്ല. മക്കളെ വിദ്യാഭ്യാസം, നമുക്ക് വീട് വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾക്ക് വലിയ രീതിയിൽ വഴികാട്ടിയാവും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് ഇത് ഒറ്റക്കല്ല ചെയ്യണത് അല്ലെ, ഈ ബിസിനസ് ഒറ്റക്കല്ല ചെയ്യണത്. ഇന്നിപ്പോ ഈ ഒരു മീറ്റിംഗിൽ ഞാൻ സംസാരിക്കുമ്പോഴും നിങ്ങൾ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച വ്യക്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അല്ലെ. വിഷ്ണു സാർ അവരെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പ്ലാൻ പറയുന്നതും നിങ്ങൾ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച വ്യക്തിക്ക് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ആരാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്താണ്, ഇവിടെ നല്ലൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഇവിടെ ഉണ്ട് അല്ലെ, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനായിട്ട് പറ്റും എന്നുള്ളതാണ്. കാരണം ഈ ബിസിനസ് ഒറ്റക്കല്ല. അതുകൊണ്ടല്ലേ 8ാം ക്ലാസ് പോലും തോറ്റിട്ടുള്ള വീട്ടമ്മമാര് 1 കോടി രൂപയുടെ വില്ല ഫണ്ട് മേടിച്ചതും ഒക്കെ ഈ ഒറ്റക്കല്ലാത്തത് കൊണ്ടാണ്. നമ്മളെ പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെക്കാളും കഴിവുള്ള ആളുകളെ കണ്ടെത്താന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ നമ്മൾക്ക് വരുന്ന ഒരു ടാസ്ക്. എന്നെ പോലെ ചിന്തിക്കുന്ന 2 ആളെ നിങ്ങളെ ലൈഫിൽ 2 ആളെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ 13 റാങ്കിലേക്കും നിങ്ങൾ എത്താനായിട്ട് പറ്റും. എന്നാലോചിച്ച് നോക്കിയാൽ ഒരു ഒഴുക്കിനൊപ്പം നിങ്ങൾ പോവാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 10ാം ക്ലാസ് തോറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ട്. അതുപോലെ നമ്മളെ സാധാരണ കൂലിപ്പണിക്കാർ, തൊഴിലുറപ്പിന് പോകുന്ന ആളുകൾ, അതുപോലെ ഈ ഒരു ഫിജി കാർഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാല് 100 പേര് എടുത്തു കഴിഞ്ഞാല് അവിടെ നിന്ന് അച്ചീവ് ചെയ്തിട്ടുള്ള 90% ആളുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്.
അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു അവസരം ശരിക്കും വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് വലിയ രീതിയിൽ ഒരു എന്താ പറയാ വലിയൊരു നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന രീതിയായിരിക്കും. കാരണം വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ബിസിനസ് നിങ്ങളെ കയ്യിലേക്ക് വരുമ്പോൾ നമ്മളെ അംബാനി പറഞ്ഞ പോലെ ഒരു ക്ഷണക്കത്തിനായിട്ട് ഞാൻ കാത്തിരിക്കാറില്ല എന്ന് പറയുന്നത് പോലെ വിജയിക്കും, ജീവിതത്തിൽ രക്ഷപ്പെടാൻ കിട്ടുന്ന ഒരു വലിയൊരു അവസരം നിങ്ങളെ കയ്യിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു ക്ഷണക്കത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ തയ്യാറാവും. ഒന്ന് പഠിക്കാൻ തയ്യാറായി, ഏറ്റെടുക്കാൻ തയ്യാറായി, ഒന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇന്ന് കോടികൾ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന വലിയൊരു ബിസിനസ് അവസരമാണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം ഇനിയിപ്പോ ഞാൻ പറയണത്, ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ ഉണ്ട്. ആമസോണൊക്കെ കോടികളുള്ള, ഒരാഴ്ചയിൽ കോടികൾ മേടിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 7-ാം വർഷം കഴിഞ്ഞ് 8-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഫിജിക്കാർട്ട് എനിക്ക് തോന്നുന്നു ഒരു 500 കോടി രൂപക്ക് മുകളിലാണ് വിറ്റുവരവ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിലൊരു 187 കോടി രൂപ ഞാനും ഈ ബിസിനസ് ചെയ്യുന്ന നിങ്ങളെ സുഹൃത്തുമായിട്ടുള്ള ഒരുപാട് സാധാരണക്കാർ വീട്ടിലേക്ക് കമ്പനിക്ക് കൊടുക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്താണ് ലുലു ഉള്ളത്. ഇതിനേക്കാളും വിലക്കുറവിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈമാൾ എന്ന് പറയും, ലുലു മാൾ എന്ന് പറയും, അവിടെ എനിക്ക് കിട്ടും. ഞാൻ ചിന്തിച്ച സമയത്ത് ഞാൻ അതും കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ബെഡ്ഷീറ്റ് അതുപോലെ സോപ്പ് പേസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്നോട് ഇതിന്റെ ഇത് നോക്കുമ്പോൾ ഞാൻ തലേ ദിവസം ഞാൻ ലുലു മാളിൽ ഓഫർ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ പോകുമ്പോൾ ഇതിനേക്കാളും വിലക്കുറവിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ യൂസഫ് അലിക്ക് എന്തില്ല, എനിക്ക് അവസരം തരുന്നില്ല അല്ലെ. എനിക്ക് അവിടെ നിന്ന് ഒരു കസ്റ്റമറായിട്ട് പോയിട്ട് സാധനങ്ങൾ മേടിക്കാന്നല്ലാതെ എനിക്കൊരു അവസരം തരുന്നില്ല. ഞാനൊന്ന് മാറി ചിന്തിച്ച സമയത്ത് എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്ത്, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു അവസരം, ഈ ഫ്രീ ആയിട്ട് കിട്ടിയ അവസരത്തിലൂടെയാണ് ഈ വരുമാനമൊക്കെ എനിക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ബിസിനസ് ചെയ്യാനായിട്ട് പേടിക്കണോ? കാരണം ഒരു രൂപയുടെ നഷ്ടമില്ല അല്ലെ. ഒരു രൂപയുടെ നഷ്ടമില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്. ആ ഒരു അവസരത്തിൽ കൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനൊക്കെ നമുക്ക് വരുമാനങ്ങൾ നമുക്ക് വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങളിൽ ഒരു വീട്ടമ്മ ഉണ്ടാവും. ഈ ഒരു വീട്ടമ്മ വിചാരിക്കണം നിങ്ങൾക്ക് വളരാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ ചെയ്യാൻ പറ്റും? പശുവിനെ മേടിക്കാം, കട തുടങ്ങാം, ഏകദേശം ഒരു 2 ലക്ഷം റുപ്യെങ്കിലും വേണ്ടേ? ഫിജി കാട്ടിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടാ? സോപ്പ് മേടിക്കാം, പേസ്റ്റ് മേടിക്കാം, ടോയ്ലറ്റ് ക്ലീനർ മേടിക്കാം, മൾട്ടി ക്ലീനർ മേടിക്കാം. അതൊരു 100 പോയിന്റിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം മന്ത്ലി പെർഫോമൻസ് ബോണസ് നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ പോലും നമ്മളെ മക്കൾക്ക്, ആരാണോ നമ്മളെ നോമിനി, അവർക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഒരു 5-6 മാസത്തിനുള്ള സാധനങ്ങൾ ഒന്നിച്ചു മേടിച്ചാലും നമുക്ക് നഷ്ടമില്ലാന്നേ. ഇത് വലിയൊരു അവസരമാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നത്, ഞാൻ ഫിജി കാർട്ടിന്റെ ഈ പറഞ്ഞ ഫിജി കാർട്ടിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ഒരു ഓട്ടോ ഡ്രൈവർ ഞാനെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫിജി കാർട്ടിൽ അവസാനമായിട്ട് ജോയിൻ ചെയ്ത ഓട്ടോ ഡ്രൈവർ ഞാനെന്ന് പറയുന്നില്ല. പക്ഷെ ഫിജി കാർട്ടിനെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഞാൻ തയ്യാറായ സമയത്ത്, ഞാൻ പഠിക്കാൻ തയ്യാറായ സമയത്ത്, ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറായ സമയത്ത് ഫിജി കാർട്ടിലൂടെ വരുമാനം മേടിക്കുന്ന, ഫിജി കാർട്ടിലൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ലക്ഷങ്ങൾ മേടിച്ചിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവർ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു അവസരം എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതുപോലെ ഫിജി കാർട്ട് എന്ന് പറയുന്ന ബിസിനസ്സിനെ ആവേശമായി ഏറ്റെടുത്ത് ഒരുപാട് സാധാരണക്കാർ മാറ്റങ്ങൾ ഉണ്ടാക്കിയതുപോലെ വരുന്ന ആളുകളിലും വർഷങ്ങളിലും നിങ്ങൾക്കും ഇതുപോലെ ഇരുന്ന് ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ട് നിങ്ങൾക്ക് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതെന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. നിങ്ങൾ നിങ്ങളെ സുഹൃത്ത് ആരാണോ നിങ്ങൾ ഈ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ആ വ്യക്തിനോട് ചോദിക്കാം, ഈ പറഞ്ഞതൊക്കെ കാര്യമാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. പറ്റാണെടുക്ക്, അല്ലെങ്കിൽ വിട്ട് കളഞ്ഞോ, ഒരു പ്രശ്നവും ഇല്ല. കാരണം ഇത് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് അതിയായ ആഗ്രഹമൊന്നും എനിക്കില്ല. നമ്മളെ രക്ഷപ്പെടണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തീരുമാനമാണ്. നമ്മളെ മക്കളെ മുഖത്തേക്കൊന്ന് നോക്കാം, നമ്മുടെ മാതാപിതാക്കളെ മുഖത്തേക്കൊന്ന് നോക്കാം. ഇത്രയും നാള് നമ്മൾ ജോലി എടുത്തില്ലേ? 2021-ലും 2022-ലും 2023-ലും ഇങ്ങനെ 2026 അവസാനിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. 5-6 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2026 കഴിഞ്ഞ് നമ്മൾ എന്തുണ്ട് നമ്മളെ കയ്യിൽ? ഒരു അസുഖം വന്നാൽ തീരാവുന്ന കാശില്ല നമ്മുടെ കയ്യിൽ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മറ്റൊരാളെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ നമുക്ക് വരാൻ പോകുന്ന സാധ്യതകളെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കി.
നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വരുമാനം നമ്മൾ ആഗ്രഹിക്കണം, നമുക്കൊരു എക്സ്ട്രാ വരുമാനം നമുക്ക് കിട്ടണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യുദ്ധത്തിന്റെ ഇതിൽ നമ്മുടെ നാടിന്റെ, നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തന്നെ നഷ്ടപ്പെടല്ലേ. എവിടെയോ നടക്കുന്ന യുദ്ധം അല്ലെ. പണ്ട് കൊറോണ വന്ന സമയത്ത് അത് അങ്ങ് ചൈനയിലല്ലേ എന്ന് പറഞ്ഞ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ നമ്മുടെ അടുക്കളയിൽ എത്തിയില്ലേ ഈ കൊറോണ. അന്ന് വീട്ടിലിരുന്ന സമയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ സമയത്ത് ആരെങ്കിലും നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ നീ വല്ലതും കഴിച്ച, എന്റെ മക്കളും എല്ലാം കഴിച്ച, പണം ഇല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. എന്നോട് ആകെ വിളിച്ച് ചോദിക്കാം, നീ കൊറോണക്കാരെ കൊണ്ടുപോകൂലേ, ഇന്നതേ കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലിലേക്ക് ഒരു കൊറോണക്കാരനെ കൊണ്ടുപോകണം എന്ന് പറയുന്നതല്ലാതെ ഒരാൾ പോലും എനിക്കൊരു എക്സ്ട്രാ പൈസ തന്നിട്ടില്ല. പക്ഷെ ഫിജിക്കാട്ടിന് അന്ന് ആവേശമായി ഏറ്റെടുത്ത ആളുകൾക്ക് ഈ സെയിൽസ് മാനേജർ റാങ്കിൽ എത്തിയാൽ പോലും പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയും. ഇനി വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ നമ്മളെ അവസ്ഥ എങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഇൻകം നിൽക്കുമോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും? ഒന്നും പറയാൻ പറ്റാത്ത ലോകം. അപ്പൊ നമ്മള് ഉറപ്പിക്കുക, ദൈവം നിങ്ങളെ കയ്യിലേക്ക് ഈ ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഉത്തരവാദിത്വം ഇവിടെ കഴിയണം നിങ്ങൾക്ക് ഈ അവസരത്തെ കുറിച്ച് പറഞ്ഞു തരാന്നുള്ളത്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. താങ്ക് യു സുധി. താങ്ക് യു.